നമസ്കാരം. അണ്ടർ 19 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ കീഴടക്കി ഓസ്ട്രേലിയയ്ക്ക് 4ാം കിരീടം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന ലോകകപ്പ് ഫൈനലുകൾക്ക് പിന്നാലെ അണ്ടർ 19 ലോകകപ്പ് ഫൈനലിലും ഇന്ത്യയുടെ കണ്ണീർ വീഴ്ത്തിയാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത്. 79 റൺസിനായിരുന്നു യുവരക്തങ്ങൾ ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിൽ ഓസീസിന്റെ വിജയം. ഓസീസ് ഉയർത്തിയ 254 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ 43.5 ഓവറിൽ 174 റൺസിന് ഓൾ ഔട്ടായി. കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യയിൽ നടന്ന സീനിയർ താരങ്ങളുടെ ലോകകപ്പിൽ പരാജയമറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയതിന് സമാനമായിരുന്നു ഓസീസ് കൗമാരപ്പടയുടെയും കിരീട നേട്ടം. സ്കോർ ഓസ്ട്രേലിയ 50 ഓവറിൽ 253-ന് 7 ഇന്ത്യ 43.5 ഓവറിൽ 174-ന് ഓൾ ഔട്ടായി. അണ്ടർ 19 ലോകകപ്പ് ഫൈനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയലക്ഷ്യം ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചപ്പോഴേ ഇന്ത്യ അപകടമണതിരുന്നു. ഫൈനലുകളിൽ ഓസ്ട്രേലിയയ്ക്ക് മാത്രം സാധ്യമാവുന്ന മേധാവിത്വത്തോടെ ഓസീസ് ബൗളർമാർ പന്തെറിഞ്ഞപ്പോൾ തുടക്കത്തിലെ ഇന്ത്യ പ്രതിരോധത്തിലായി. ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷകളായ അർഷിൻ കുൽക്കർണി, മുഷീർ ഖാൻ, ക്യാപ്റ്റൻ ഉദയ് സഹാരൻ, സച്ചിൻ ദാസ് എന്നിവർ സ്കോർ ബോർഡിൽ 68 റൺസ് എത്തിയപ്പോഴേക്കും ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തിയതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി. 3ാം ഓവറിൽ അർഷിൻ കുൽക്കർണിയെ പുറത്താക്കി കാലം വൈൽഡർ ആണ് ഓസീസിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത്. മൂന്നാമനായി എത്തിയ മുഷീർ ഖാൻ ആദർശ് സിംഗിനൊപ്പം പ്രതീക്ഷ നൽകിയെങ്കിലും സ്കോർ 40-ൽ നിൽക്കെ ബാറ്റ്മാന്റെ പന്തിൽ ബൗൾഡായി പുറത്തായി. 33 പന്തിൽ 22 റൺസാണ് മുഷീറിന്റെ നേട്ടം. 4ാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ഉദയ് സഹാരണിനെയും ബാറ്റ്മാൻ പുറത്താക്കി. ഇതോടെ പ്രതിരോധത്തിലായ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷയായ സച്ചിൻ ദാസിനെ റാഫ് മക്മിലൻ പുറത്താക്കി. 41-ൽ നിന്ന് 68-4 ഇന്ത്യ കൂപ്പുകുത്തി. ഒറ്റയ്ക്ക് പൊരുതി നോക്കിയ ഓപ്പണർ ആദർശ് സിംഗിനെ ബാറ്റ്മാൻ തന്നെ വീഴ്ത്തിയതോടെ ഇന്ത്യ തോൽവി ഉറപ്പിച്ചു. 8ാമനായി ക്രീസിലെത്തിയ 43 പന്തിൽ 46 റൺസ് അടിച്ച മുരുകൻ അഭിഷേകിന്റെ പോരാട്ടത്തിന് ഇന്ത്യയുടെ തോൽവി ഭാരം കുറയ്ക്കാനേ കഴിഞ്ഞുള്ളൂ. അഭിഷേകിനെ കാളം വാൾഡർ പുറത്താക്കിയപ്പോൾ സൗമി പാണ്ഡെയെ വീഴ്ത്തി സ്ട്രൈക്കർ ഇന്ത്യൻ പോരാട്ടം അവസാനിപ്പിച്ചു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബാറ്റ്മാനും മക്മിലനും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ സെമിയിൽ പാകിസ്ഥാനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ ടോം സ്ട്രൈക്കർ 1 വിക്കറ്റ് എടുത്തു. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസീസ് യുവനിര നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 റൺസ് എടുത്തിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വംശജൻ ഹർജാസ് സിംഗിന്റെയും ഹാരി ഡിക്സൺ, ക്യാപ്റ്റൻ ഹ്യൂഗ് വെയ്ബ്ജൻ, ഒലിവർ പിക് എന്നിവരുടെയും ഇന്നിംഗ്സുകളാണ് കലാശപ്പോരിൽ ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റിരുന്നു. 3ാം ഓവറിൽ തന്നെ സാം കോൺസ്റ്റാസ് മടങ്ങി. തുടർന്ന് 2ാം വിക്കറ്റിൽ ഒന്നിച്ച ഡിക്സൺ വെയ്ബ്ജൻ സഖ്യം 78 റൺസ് ചേർത്ത് ഇന്നിംഗ്സ് ട്രാക്കിലാക്കി. എന്നാൽ 21ാം ഓവറിൽ വെയ്ബ്ജനെയും 23ാം ഓവറിൽ ഡിക്സനെയും പുറത്താക്കി നമൻ തിവാരി ഓസീസിനെ ഞെട്ടിച്ചു. എന്നാൽ 4ാം വിക്കറ്റിൽ റയാൻ ഹിഗ്സിനെ കൂട്ടുപിടിച്ച് ഹർജാസ് സിംഗ് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 66 റൺസ് ചേർത്ത് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് രാജ് ലിംബാനിയായിരുന്നു. 20 റൺസുമായി ഹിഗ്സ് പുറത്ത്. തുടർന്ന് അർദ്ധ സെഞ്ചുറി പിന്നിട്ടതിന് പിന്നാലെ ഹർജാസിനെ സൗമി പാണ്ഡെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി. 64 പന്തിൽ നിന്ന് 3 വീതം 6ഉം 4ഉം അടക്കം 55 റൺസ് എടുത്ത ഹർജാസാണ് ഓസീസ് നിരയിലെ ടോപ്പ് സ്കോറർ. പിന്നാലെ റാഫ് മക്മിലിനെയും ചാർലി ആൻഡേഴ്സിനെയും മടക്കി ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും അവസാന ഓവറുകളിൽ ഒലിവർ പിക് പുറത്തെടുത്ത പ്രകടനമാണ് ഓസീസ് സ്കോർ 250 കടത്തിയത്. 43 പന്തിൽ നിന്ന് 46 റൺസുമായി പീക്ക് പുറത്താകാതെ നിന്നു. ഇന്ത്യയ്ക്കായി രാജ് ലംബാനി 3ഉം നമൻ തിവാരി 2 വിക്കറ്റുകളും വീഴ്ത്തി. ഓസ്ട്രേലിയയുടെ 4ാം അണ്ടർ 19 ലോകകപ്പ് കിരീടമാണിത്. 9 തവണ ഫൈനൽ കളിച്ച ഇന്ത്യ ഇത് 4ാം തവണയാണ് തോറ്റുമടങ്ങുന്നത്. 2023 ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെ ഇന്ത്യ അപരാജിതരായാണ് മുന്നേറിയത്. ഫൈനലിൽ ഓസീസിന് മുന്നിൽ വീണു. സീനിയേഴ്സിന് സമാനമായി ജൂനിയേഴ്സും ടൂർണമെന്റിൽ അപരാജിതരായി മുന്നേറി ഒട്ടുക്കം ഫൈനലിൽ ഓസീസിന് മുന്നിൽ കളി മറന്നു. 254 റൺസ് ലക്ഷ്യത്തിലേക്ക് ഒന്ന് പൊരുതി നോക്കുക പോലും ചെയ്യാതെയായിരുന്നു ഇന്ത്യയുടെ കീഴടങ്ങൽ.